cost him in a lap. Cost? I can't see anything. Whoopsie. Dude, what is your problem? ഒരു പ്ലേസ്റ്റേഷൻ കൺട്രോളറിൽ നിന്ന് ഒരു യഥാർത്ഥ ലെമാൻ പോഡിയത്തിലേക്ക് 90,000 ഓൺലൈൻ ഗെയിമർമാരിൽ ഒരാൾ മാത്രം. അതാണ് ജാൻ മാർഡൻബറോ എന്ന യുവാവിന്റെ കഥ. ഗ്രാൻഡ് ടൂറിസ്മോ എന്ന സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ റിവ്യൂ നിങ്ങളുടെ റേസിംഗ് ഹൃദയത്തെ തൊടും. ഉണ്ടെങ്കിൽ ഇത് ആ സിനിമയെ എങ്ങനെ വീണ്ടും അനുഭവിക്കാം എന്നതിന്റെ കൈപ്പുസ്തകമാണ്. 2011 ഒരു ചെറിയ വീട്, കാർഡ്ബോർഡ് ബോക്സുകൾ നിറഞ്ഞ മുറി, ജാൻ മാർഡൻബറോ എന്ന 19-കാരൻ. അവന്റെ ലോകം ഒരു പ്ലേസ്റ്റേഷൻ 3യും ഗ്രാൻഡ് ടൂറിസ്മോ 5യും മാത്രം. പുറം ലോകം പറയുന്നു ഗെയിം കളിക്കുന്നവർക്ക് റേസ് കാർ ഓടിക്കാൻ പറ്റില്ല. അവന്റെ അച്ഛൻ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരം യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുന്നു. ഇതൊരു കളിയാണ് മോനെ, ജീവിതമല്ല. പെട്ടെന്ന് ഒരു അവസരം. മിസ്സാനിന്റെ GTT അക്കാദമി, ലോകത്തിലെ ഏറ്റവും മികച്ച ഗ്രാൻഡ് ടൂറിസ്മോ കളിക്കാരനെ യഥാർത്ഥ റേസ് ഡ്രൈവർ ആക്കുക. 90,000 മത്സരാർത്ഥികൾ. ജാൻ അകത്ത് കയറുന്നു. ഇവിടെയാണ് ഹീറോയുടെ യാത്ര തുടങ്ങുന്നത്. പക്ഷേ വഴികൾ മുള്ളുകളാണ്. സിനിമയിൽ ജാനിന് 3 പ്രധാന വഴികാട്ടികളുണ്ട്. ഡാനി മോർ, ഓർലാൻഡോ ബ്ലൂം, സ്വപ്നം കാണുന്ന മാർക്കറ്റിംഗ് തലവൻ ജാക്ക് സോൾട്ടർ, ഡേവിഡ് ഹാർബർ. റേസിംഗ് ഒരു ഗെയിം അല്ല എന്ന് പഠിപ്പിക്കുന്ന കർക്കശക്കാരൻ, തണ്ട് തന്നെ പരാജയ ഭയം. ഒരു രംഗം, ജാക്ക് സോൾട്ടർ ജാനിനെ ഒരു യഥാർത്ഥ ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നു. ഗെയിമിൽ നീ 300 km/h ബ്രേക്ക് ചെയ്യും, ഇവിടെ 150-ൽ തന്നെ നിന്റെ ശരീരം പറഞ്ഞു തരും എന്ന ഡയലോഗ്. ഇതാണ് ഈ സിനിമയുടെ കാതൽ. സിമുലേഷനും യാഥാർത്ഥ്യവും തമ്മിലുള്ള പോരാട്ടം. പിന്നീട് 2015 നെർബർഗ്രിംഗ്, ജീവൻ മാറ്റിമറിച്ച നിമിഷം. ജാനിന്റെ കാർ പറക്കുന്നു, ഒരു കാഴ്ചക്കാരന്റെ മരണം. സിനിമ ഇതിനെ ഭയങ്കര സത്യസന്ധതയോടെ കാണിക്കുന്നു. ജാൻ ഒരു വിചാരണ നേരിടുന്നു. നിനക്ക് ശരിക്കും ഓടിക്കാൻ അറിയോ എന്ന ചോദ്യം. ഇവിടെയാണ് പ്രേക്ഷകൻ ഞെട്ടുന്നത്. കാരണം ഇതൊരു ഗെയിം അല്ല. എല്ലാ ഹീറോയുടെയും യാത്രയിൽ ഒരു മരണവും പുനർജന്മവുമുണ്ട്. ജാനിന്റെ മരണം അവന്റെ ആത്മവിശ്വാസത്തിന്റെ മരണം. പക്ഷേ ജാക്ക് സോൾട്ടർ അവനെ വീണ്ടും കയറ്റുന്നു. ഒരു ഡയലോഗ്, ഗെയിമിൽ നീ റീസ്റ്റാർട്ട് ചെയ്യും, ഇവിടെ നീ റീസ്റ്റാർട്ട് ചെയ്യുന്നത് നിന്റെ ഹൃദയമാണ്. 2011 ലെമാൻസ് LMP2 ക്ലാസ്സിൽ പോഡിയം ഒരു ഗെയിമർ എന്ന ലേബലിനെ തകർത്തു. സിനിമയുടെ ക്ലൈമാക്സ്, അതെ ട്രാക്കിലെ അതെ ശബ്ദം, എഞ്ചിന്റെ ഗർജനവും കണ്ണീരും കുടുംബത്തിന്റെ നോട്ടവും. ഇവിടെ പ്രൈഡ് എന്ന വികാരം നിറയുന്നു. ഇനി സത്യസന്ധത. ഗ്രാൻഡ് ടൂറിസ്മോ ഒരു മാസ്റ്റർ പീസ് അല്ല, അത് പറയട്ടെ. റേസിംഗ് ക്യാമറകൾ അതിശയകരം, നിങ്ങൾ കാറിനുള്ളിലിരിക്കുന്ന പോലെ. ഡേവിഡ് ഹാർബറിന്റെ പെർഫോമൻസ്, ഒരു മെന്റർ എങ്ങനെ ടഫ് ലവ് കൊണ്ട് നായകനെ രൂപപ്പെടുത്തുമെന്നുള്ള മാസ്റ്റർ ക്ലാസ്. ജാൻ മാർഡൻബറോ തന്നെ സ്റ്റൺ ചെയ്തിട്ടുണ്ട്. ആ ഓത്തന്റിസിറ്റി വേറെ ലെവൽ. പോയിന്റ്സ്, ആദ്യ 20 മിനിറ്റ് ഓവർ എഡിറ്റഡ്, വളരെ ഗെയിമി ആയി തോന്നും. വില്ലന്മാരില്ല, പകരം റിയാലിറ്റി എന്നതാണ് വില്ലൻ. ചിലർക്ക് അത് ഉദ്വേഗം കുറവായി തോന്നാം. ക്ലീഷേ ഡയലോഗുകൾ, ബിലീവ് ഇൻ യുവർ ഡ്രീം പോലുള്ള വാക്കുകൾ അല്പം കൂടുതൽ. എങ്കിൽ ആരാണ് ഈ സിനിമ കാണേണ്ടത്? നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ലോകം അതിനെ പൊട്ടൻ സ്വപ്നം എന്ന് വിളിച്ചാൽ, നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ സൊസൈറ്റി നിങ്ങളെ ലേസി എന്ന് വിളിക്കുമ്പോൾ, നിങ്ങൾക്ക് സിമുലേഷൻ ടു റിയാലിറ്റി എന്ന് ട്രാൻസ്ഫോർമേഷൻ കാണണമെങ്കിൽ 0.5 എക്സ്ട്രാ ഫോർ ബീയിങ് എ ട്രൂ സ്റ്റോറി. അതെ, 0.5 കൂടി. കാരണം ജാൻ മാർഡൻബറോ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിസാനിന്റെ ഫാക്ടറി ഡ്രൈവറായി. അതാണ് ഏറ്റവും വലിയ സ്പോയിലർ.